വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പംകിൻ കൊണ്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പംകിൻ കൊണ്ട് ഈ ഫോൾ സീസണിൽ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതായത് പംകിൻ പൈ അല്ലെങ്കിൽ പംകിൻ മഫിൻ, അങ്ങനെ ഓരോ വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട് അവരുടെ വീട്ടിലുണ്ടായ ഒരു പംകിൻ്റെ കുറച്ച് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഒരു ഹൽവ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പംകിൻ കൊണ്ടുള്ള ഹൽവയാണ്. വളരെ ടേസ്റ്റിയാണിത്. നമുക്കത് കഴിച്ചാൽ അതിനകത്ത് പംകിൻ ചേർത്തിട്ടുണ്ടോ എന്ന് പോലും തോന്നത്തില്ല, അത്രയ്ക്കും നല്ലതാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതാണ് കേട്ടോ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങ. അപ്പം ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നത് പോലെ എൻ്റെ ഫ്രണ്ട് അവരുടെ വീട്ടിലുണ്ടായ മത്തങ്ങ എനിക്ക് തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പകുതി ഞാനെടുത്ത് നമ്മുടെ മത്തങ്ങയും പയറൊക്കെ ഇട്ട് എരിശ്ശേരി വെക്കുമല്ലോ, അതുണ്ടാക്കി. ബാക്കിയാണ് ഈ ഇരിക്കുന്നത്. ഇതൊരു ചെറിയ പീസാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ കുരുവും ആ നാരൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അത് മാറ്റിയതിന് ശേഷം നമുക്കത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് നാരൊട്ടും കാണരുത്. അത് എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ തൊലി ഒന്ന് ചെത്താനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒരു നൈഫ് കൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയാം. ഇത് പാടാണെങ്കിൽ നമുക്കിത് വേറൊരു പീലർ കൊണ്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പീലർ കൊണ്ടാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്, കാരണം നമ്മുടെ കൈ മുറിയാതിരുന്നുള്ളൂല്ലോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഗ്രീനായിട്ടുള്ള ഡാർക്ക് ഗ്രീനായിട്ടുള്ള എല്ലാം കളഞ്ഞു. എന്നിട്ട് നമ്മളിതൊന്ന് കഴുകാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് കഴുകി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു പാത്രമാണ്. ഇതിവിടെ എല്ലാ കടകളിലും കിട്ടുന്നത് തന്നെയാണ്, പലർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഏത് പാത്രത്തിൽ നമുക്കിത് വെക്കാം. നമുക്ക് ഇത് സാധാരണ നമ്മുടെ അപ്പച്ചെമ്പിലാണല്ലോ ഇത് നമ്മൾ ആവി കയറ്റുന്നത്. ഇങ്ങനെയൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏത് പാത്രത്തിലും വെച്ച് ആവി കയറ്റാൻ പറ്റും. അപ്പോൾ അതെല്ലാം തന്നെ ഞാനൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് വെന്തോ എന്നൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അതിന് ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടി എടുത്ത് വെക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കണം. ഇതിന് വേണ്ട ശർക്കര ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ഉണ്ടയുണ്ടല്ലോ, ഒരു വലിപ്പമുള്ള ഒരു ഉണ്ട തന്നെയാണ്. അത്രയും ശർക്കരയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരുന്നത്. കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ശർക്കരയാണ് ഇതിന് കുറച്ചുകൂടെ നല്ലത്. ഇനി അത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അത്രയും മാത്രം മതി. നമ്മുടെ നൂൽപ്പരുവ് ഒന്നും ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ പംകിനൊക്കെ തണുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിക്കകത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്ന് അരച്ച് വെക്കണം. ഇതുണ്ട്, ഇതുപോലെ നല്ല പ്യൂരി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പംകിൻ പ്യൂരി. ഇനി നമ്മളൊരു പാനിലേക്ക് ഇതെല്ലാം അങ്ങ് ഒഴിച്ചു കൊടുക്കണം. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നമ്മൾ അത്രയും ഒരു ചെറിയ പീസ് കൊണ്ടല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഇത് അരച്ച് വന്നപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അതിൻ്റെ അരിച്ച് എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മൾ ആദ്യം മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ച് അതൊന്ന് മിക്സാക്കി അതിൻ്റെ മധുരമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ മുഴുവൻ ഒഴിച്ചാൽ മതി. ആദ്യം ഇതിങ്ങനെയൊന്ന് നമ്മുടെ പംകിനും ശർക്കര പാനിയും കൂടെ നന്നായിട്ടൊന്ന് ചേർത്തിളക്കി അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യുണ്ടല്ലോ അത് ചേർക്കുകയാണ്. ആ നെയ്യും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഇത് ഏകദേശം 1/2 കപ്പോളം തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ക്യാനിനകത്ത് തേങ്ങാപ്പാലാണ്. നമ്മൾ ഫ്രഷായിട്ട് ചിരണ്ടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർത്തത് കുറച്ച് അരിപ്പൊടിയാണ്. ഞാനൊരു 1/3 കപ്പ് അരിപ്പൊടിയാണ് ടോട്ടൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് നന്നായിട്ട് ഈ തേങ്ങാപ്പാലിലൊന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് നമ്മുടെ പംകിൻ മിക്സ് ഉണ്ടല്ലോ അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ക്യാനിലെ തേങ്ങാപ്പാലായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിക്നെസ് നമുക്ക് തോന്നുന്നത്. എന്നിട്ടിത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നതിൻ്റെ ബാക്കി ശർക്കരപ്പാനി ഉണ്ടല്ലോ അതുകൂടെ ഇപ്പോൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇത്രയും നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു നുള്ള് ഉപ്പോടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതോടെ ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി, ഇപ്പോൾ ഒരു 5-6 ഏലക്ക, ഒരു 1 ടേബിൾ സ്പൂൺ ഷുഗറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് പൊടിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഏലക്ക പൊടിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. അതോടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഞാനൊരു കുറച്ചുകൂടെ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അതിനകത്തുനിന്ന് നെയ്യ് പുറത്തോട്ട് വരുന്നത് കാണാം. ഇപ്പോൾ അത് കൂടുതലായിട്ട് നെയ്യ് ഇതിൽ നിന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ആ പാനിൽ ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മുടെ ഈ ഹൽവയുടെ മിക്സ് ചേർക്കുന്നത്. അതോടെ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുണ്ട്, ഇതെല്ലാം നല്ല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് കണ്ടോ, കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ നല്ലൊരു ഹൽവയാണ്. നമ്മുടെ സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ഹൽവയുടെ അതുപോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പം തന്നെ അറിയാം കേട്ടോ, വളരെ സോഫ്റ്റാണിത്. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ ഞാനൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ തന്നെയാണ്, വളരെ സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഹൽവ കഴിക്കത്തില്ലേ, നമ്മൾ അതുപോലെ തന്നെയുള്ള ഹൽവയാണിത്. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാനൊരു പീസൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തോ ഒരു സോഫ്റ്റ് ആണെന്നുള്ളത്. ഇത് കണ്ടോ, വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, എങ്ങനെയാണ് പംകിൻ കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നതെന്ന്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ പിന്നെ വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ട് എളുപ്പമായിരുന്നു ഉണ്ടാക്കാനായിട്ട്. പക്ഷേ കൂടുതൽ എമൗണ്ട് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടി വരും. എന്തായാലും ഇത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.